പ്രഭാഷകൻ 31 അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു, വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിനു വേണ്ടിയാണ്. വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും. സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല. പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. സ്വർണം നിമിത്തം പലരും നശിച്ചിട്ടുണ്ട്. നാശത്തെ അവർ മുഖാമുഖം ദർശിക്കുന്നു. അതിനുവേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കെണിയാണ്. ഭോഷന്മാർ അതിൽ വീഴും. കുറ്റമറ്റവനും സ്വർണത്തെ കാംക്ഷിക്കുന്നവനുമായവൻ ധനവാൻ അനുഗ്രഹീതനാണ്. അങ്ങനെയുള്ളവൻ ആരുണ്ട്? അവനെ ഞങ്ങൾ അനുഗ്രഹീതനെന്ന് വിളിക്കും. സ്വജനമധ്യേ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യത ഉണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. സമൂഹം അവൻ്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. മഹാനായ ഒരുവനോട് കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആർത്തി കാണിക്കുകയും എത്ര വിഭവസമൃദ്ധം എന്ന് പറയുകയും അരുത്. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക. കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്തുണുള്ളത്? അത് നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. കാണുന്നതിനൊക്കെ കൈ നീട്ടരുത്. ഭക്ഷണമേശയിൽ അയൽക്കാരനെ ഉന്തി മാറ്റരുത്. അയൽക്കാരൻ്റെ വികാരത്തെ വിധിക്കുന്നതിന് മുമ്പ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം. ഓരോ സംഗതിയും ആലോചിച്ച് ചെയ്യുക. നിനക്ക് വിളമ്പുന്നത് മനുഷ്യോചിതമായി ഭക്ഷിക്കുക. ആർത്തിയോടെ ചവച്ചാൽ അവജ്ഞാപത്രമാകും. ആദ്യം ഭക്ഷിച്ച് നിർത്തുന്നതാണ് മര്യാദ. മതിവരായികെ കാണിക്കുന്നത് നിന്ദിക്ക് കാരണമാകും. അനേകം പേരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പേ നീ ഭക്ഷിച്ചു തുടങ്ങരുത്. സംസ്കാര സമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല. അവന് ഉറക്കം അനായാസമാണ്. മിതമായി ഭക്ഷിക്കുന്നവർക്ക് നന്നായി ഉറങ്ങുന്നു. അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു. അമിത ഭക്ഷണം നിദ്രാരാഹിത്യവും ദഹനക്ഷയവും ഉദരവേദനയും ഉളവാക്കുന്നു. അമിതമായി ഭക്ഷിച്ചാൽ ഛർദ്ദിച്ചു കളയുക, ആശ്വാസം ലഭിക്കും. മകനെ, എൻ്റെ വാക്ക് കേൾക്കുക, അത് അവഗണിക്കരുത്. അവസാനം നീ അതിൻ്റെ വില അറിയും. ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക, നിന്നെ രോഗം ബാധിക്കുകയില്ല. ഭക്ഷണം നിർലോഭം നൽകുന്നവനെ എല്ലാവരും പുകഴ്ത്തും. അവൻ്റെ ഔദാര്യത്തെക്കുറിച്ചുള്ള അവരുടെ പ്രശംസ വിശ്വസനീയമാണ്. ഭക്ഷണം നൽകുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനെ ആളുകൾ പഴിക്കും. അവൻ്റെ അല്പത്തെക്കുറിച്ചുള്ള അവരുടെ പരാതി സത്യമാണ്. വീഞ്ഞ് കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ഉരുക്കിൻ്റെ പദം ചൂളയിൽ തെളിയുന്നു. അഹങ്കാരികളുടെ കലഹത്തിൽ വീഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. മിതമായി കുടിച്ചാൽ വീഞ്ഞ് മനുഷ്യന് ജീവൻ പോലെയാണ്. വീഞ്ഞ് കുടിക്കാത്തവന് എന്ത് ജീവിതം? അത് മനുഷ്യന്റെ സന്തോഷത്തിന് സൃഷ്ടിച്ചുള്ളതാണ്. ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീഞ്ഞ് ഹൃദയത്തിന് സന്തോഷവും ആത്മാവിന് ആനന്ദവുമാണ്. അമിതമായാൽ വീഞ്ഞ് ഇടർച്ചയും പ്രലോഭനവും ഉണ്ടാക്കുന്നതിന് തിക്താനുഭവമാണ്. ഉന്മത്തനായ വിഡ്ഢിയെ കോപിച്ച് നാശത്തിലെത്തിക്കുന്നു. അതവൻ്റെ ശക്തി കിടത്തി മുറിവ് വർദ്ധിപ്പിക്കുന്നു. വീഞ്ഞ് സത്കാരവേളയിൽ അയൽക്കാരനെ ശാസിക്കരുത്. ആഹ്ലാദ പ്രകടനങ്ങളിൽ അവനെ നിന്ദിക്കുകയും ചെയ്യരുത്. അവനെ ശകാരിക്കുകയോ നിർബന്ധിക്കുകയോ അരുത്. പ്രഭാഷകൻ 32 അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വിരുന്നിൽ നീ മുഖ്യ അതിഥിയാണെങ്കിൽ കേമത്തം നടിക്കാതെ അവരിൽ ഒരുവനെ പോലെ പെരുമാറുക. അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ നീ ഇരിക്കാവൂ. കർത്തവ്യം നിർവഹിച്ചതിന് ശേഷം സ്വസ്ഥാനത്തിരുന്ന് അവരോടൊത്ത് ആഹ്ലാദിക്കുക. നിന്റെ സമർത്ഥമായ നേതൃത്വത്തിന് അവർ നിന്നെ അഭിനന്ദിക്കും. നിങ്ങളിൽ പ്രായം കൂടിയവർ സംസാരിക്കട്ടെ, അതാണ് യുക്തം. ശരിയായ അറിവോടുകൂടി സംസാരിക്കുക, എന്നാൽ സംഗീതത്തിന് തടസ്സമാകരുത്. വിനോദ പരിപാടികൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കരുത്. അനവസരത്തിൽ സാമർഥ്യം പ്രകടിപ്പിക്കരുത്.
വീഞ്ഞ സത്കാരത്തിലെ സംഗീത സ്വർണത്തിൽ പതിച്ച മാണിക്യം പോലെയാണ്. വീഞ്ഞ സത്കാരവേളയിൽ ശ്രുതിമധുരമായ സംഗീത സ്വർണാഭരണത്തിലെ മരതക മുദ്രയാണ്. യുവാവെ, ആവേശം വന്നാലേ സംസാരിക്കാവൂ. അതും ഒന്നിലേറെ തവണ നിർബന്ധിച്ചാൽ മാത്രം. ഒതുക്കി പറയുക. കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക. അറിവുള്ളവനും എന്നാൽ മിതഭാഷിയുമായിരിക്കുക. മഹാന്മാരോട് ഇടപെടുമ്പോൾ തുല്യത ഭാവിക്കരുത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പുലമ്പിക്കൊണ്ടിരിക്കുകയും അരുത്. ഇടിക്ക് മുമ്പേ മിന്നൽ കാണുന്നത് പോലെ വിനയശീലന്റെ മുമ്പിൽ കീർത്തി പരക്കുന്നു. തക്ക സമയത്ത് പോവുക. അവസാനത്തവനാകരുത്. വേഗം വീട്ടിൽ പോവുക. തങ്ങി നിൽക്കരുത്. അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക. എന്നാൽ അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത്. തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഇക്കാര്യത്തിന് വേണ്ടി സ്തുതിക്കുക. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും. എന്നാൽ കപടനാട്ടിക്കാരൻ അതിൽ തട്ടി വീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവകമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസനം നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല. നിന്ദനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. പശ്ചാത്താപിക്കാൻ ഇടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം അരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല.